ഈ പ്രപഞ്ചത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു മനുഷ്യനുപോലും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. കാലം അതിന്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുമ്പോൾ ലോകമൊരു വലിയ മാറ്റത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഓരോ വിശ്വാസിയും തിരിച്ചറിയുന്നു. നിങ്ങളിപ്പോൾ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിശബ്ദമായ ഒരു മാറ്റം നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അത് കേവലം ഭൗതികമായ ഒരു മാറ്റമല്ല, മറിച്ച് പ്രവചിക്കപ്പെട്ട സത്യങ്ങളുടെ പൂർത്തീകരണമാണ്. ഇസ്ലാമിക ചരിത്രത്തിലും പ്രമാണങ്ങളിലും അതീവ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ട്. ലോകം അനീതി കൊണ്ടും അക്രമം കൊണ്ടും നിറയുമ്പോൾ സമാധാനത്തിന്റെയും നീതിയുടെയും വെളിച്ചവുമായി കടന്നുവരാനിരിക്കുന്ന ആ മഹാപുരുഷൻ ഇമാം മഹ്ദി. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിശ്ചയിച്ച ആ സമയം എപ്പോഴാണ്? ആഗമനത്തിനു മുന്നോടിയായി ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണിത്. ഇത് വെറുമൊരു കഥയല്ല, മറിച്ച് വരാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ കഴിയുന്നവർക്കു മാത്രമാണ് വരാനിരിക്കുന്ന വിപത്തുകളെയും മാറ്റങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കുക. നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകം ഒരു വലിയ പരീക്ഷണശാലയാണ്. ഇവിടെ തിന്മകൾ നന്മകളായി ചിത്രീകരിക്കപ്പെടുന്നു, അറിവില്ലായ്മ വിജ്ഞാനമായി വാഴ്ത്തപ്പെടുന്നു. മനുഷ്യൻ തന്റെ സൃഷ്ടാവിനെ മറന്ന് ഭൗതിക സുഖങ്ങളിൽ മുഴുകിയിരിക്കുന്നു. എന്നാൽ ഇരുട്ടിനുശേഷം ഒരു പ്രഭാതമുണ്ടെന്നത് പ്രകൃതി നിയമമാണ്. ആ പ്രഭാതത്തിന്റെ ദൂതനായാണ് ഇമാം മഹ്ദി കടന്നുവരുന്നത്. അവിടുത്തെ ആഗമനം ലോകചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരിക്കും. എന്നാൽ ആ ഘട്ടത്തിലേക്ക് എത്തുന്നതിനു മുൻപ് ലോകം ചില വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട്. ആ പരീക്ഷണങ്ങളെക്കുറിച്ചും സൂചനകളെക്കുറിച്ചും വിശുദ്ധ ഗ്രന്ഥങ്ങളും പ്രവാചകവചനങ്ങളും കൃത്യമായ ധാരണ നൽകുന്നുണ്ട്. അവ ഓരോന്നായി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ഗൗരവകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് ലോകത്തിന്റെ ധാർമ്മികമായ തകർച്ചയെക്കുറിച്ചാണ്. ഒരു സമൂഹത്തിന്റെ നട്ടെല്ല് എന്നത് ആ സമൂഹത്തിലെ ധാർമ്മികതയാണ്. അത് തകരുമ്പോൾ ആ സമൂഹം നശിക്കുന്നു. ഇമാം മഹ്ദിയുടെ ആഗമനത്തിനു മുൻപ് ലോകം അധർമ്മത്തിന്റെ വിളനിലമായി മാറും. സത്യം പറയുന്നവർ കളവാദികളായി മുദ്രകുത്തപ്പെടും. വഞ്ചകർ വിശ്വസ്തരായി വാഴ്ത്തപ്പെടും. മനുഷ്യർക്കിടയിൽ സ്നേഹവും കരുണയും വറ്റിപ്പോകും. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണ്ണുന്നവർ വർദ്ധിക്കും. രക്തബന്ധങ്ങൾ മുറിക്കപ്പെടും. മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത ഒരു തലമുറ വളർന്നുവരും. ഇത് കേവലം ഒരു സാമൂഹിക മാറ്റമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സംഭവത്തിന്റെ മുന്നോടിയായുള്ള അടയാളമാണ്. നിങ്ങൾ ഇന്ന് വാർത്താമാധ്യമങ്ങളിലും സമൂഹമാധ്യമങ്ങളിലും കാണുന്ന വാർത്തകൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. അക്രമം ഒരു നിത്യസംഭവമായി മാറിയിരിക്കുന്നു. നിസാര കാര്യങ്ങൾക്കു വേണ്ടി മനുഷ്യർ പരസ്പരം കൊല്ലുന്നു. എന്തിനാണ് കൊല്ലുന്നതെന്നോ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നോ അറിയാത്ത അവസ്ഥയിലേക്ക് ലോകമെത്തിയിരിക്കുന്നു. ഇത് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞ വലിയൊരടയാളമാണ്. ലോകത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അധികാരത്തിനു വേണ്ടിയുള്ള വടംവലികൾ രൂക്ഷമാകും. ഭരണാധികാരികൾ ജനങ്ങളെ പീഡിപ്പിക്കും. നീതി എന്നത് സമ്പന്നർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നായി മാറും. ദരിദ്രർ കൂടുതൽ അടിച്ചമർത്തപ്പെടും. ഈ അവസ്ഥാവിശേഷം ലോകമെമ്പാടും വ്യാപിക്കും. ഒരു പ്രത്യേക രാജ്യത്തോ പ്രദേശത്തോ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല ഈ പ്രതിഭാസം. ലോകം മുഴുവൻ ഒരു വലിയ അഗ്നിപർവ്വതത്തിന് മുകളിലെന്ന പോലെ അസ്വസ്ഥമായിരിക്കും. ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കും. ജനങ്ങൾ ഒരു രക്ഷകനു വേണ്ടി ദാഹിക്കുന്ന കാലമായിരിക്കുമത്. തങ്ങളെ നയിക്കാൻ നീതിമാനായ ഒരു നേതാവ് ഉണ്ടാകില്ലേ എന്നവർ ആഗ്രഹിക്കും. ആ ആഗ്രഹത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലമായാണ് ദൈവിക സഹായം ഇമാം മഹ്ദിയിലൂടെ വെളിപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അടയാളം ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങളാണ്. പ്രകൃതി അതിന്റെ താളം തെറ്റുന്നത് നാം കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായ പ്രളയങ്ങൾ, ഭൂകമ്പങ്ങൾ, വരൾച്ചകൾ എന്നിവ വർദ്ധിക്കും. ഭൂമി അതിന്റെ ഉള്ളിലുള്ള വിഭവങ്ങൾ പുറത്തെടുക്കും. സ്വർണത്തിന്റെയോ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളുടെയോ മലകൾ വെളിപ്പെടും. മനുഷ്യർ അതിനുവേണ്ടി പരസ്പരം പോരാടും. മരുഭൂമികൾ പച്ചപ്പായി മാറും. ഇത് കേവലം കാലാവസ്ഥാ വ്യതിയാനം മാത്രമല്ല, മറിച്ച് പ്രകൃതി നൽകുന്ന സൂചനകളാണ്. അറേബ്യൻ ഉപദ്വീപിൽ നദികൾ ഒഴുകുന്നതും പുൽമേടുകൾ ഉണ്ടാകുന്നതും ഇമാം മഹ്ദിയുടെ ആഗമനത്തിന്റെ ഒരു പ്രധാന അടയാളമായി പറയപ്പെടുന്നു. ഇന്ന് നാം കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും പച്ചപ്പും ഈ പ്രവചനങ്ങളുടെ പുലർച്ചയാണോ എന്ന് ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പർവ്വതങ്ങൾ നിരപ്പാക്കപ്പെടുകയും കെട്ടിടങ്ങൾ ആകാശത്തോളം ഉയരുകയും ചെയ്യും. ഇത് നിങ്ങൾ ഇന്ന് കാണുന്ന യാഥാർത്ഥ്യമാണ്. മക്കയിലെയും മദീനയിലെയും മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ ഉയരുന്ന കൂറ്റൻ കെട്ടിടങ്ങൾ ഒരു കാലഘട്ടത്തിന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇമാം മഹ്ദിയുടെ പേരും വംശപരമ്പരയും സംബന്ധിച്ച് വ്യക്തമായ തെളിവുകളുണ്ട്. അവിടുന്ന് പ്രവാചക കുടുംബത്തിൽ നിന്നുള്ള ആളായിരിക്കും. പ്രവാചകന്റെ മകൾ ഫാത്തിമയുടെ സന്താന പരമ്പരയിൽ നിന്നായിരിക്കും അവിടുത്തെ ജനനം. അവിടുത്തെ പേര് മുഹമ്മദ് എന്നായിരിക്കും, പിതാവിന്റെ പേര് അബ്ദുള്ള എന്നും. ഇത് പ്രവാചകന്റെ പേരിനോടും പിതാവിന്റെ പേരിനോടും സാമ്യമുള്ളതായിരിക്കും. അവിടുന്ന് കാണാൻ സുന്ദരനും വിനയാന്വിതനുമായിരിക്കും. ആത്മീയമായ ഔന്നിത്യവും ഭരണപരമായ നൈപുണ്യവും അവിടത്തേക്ക് അല്ലാഹു നൽകും. എന്നാൽ താനാണ് മഹ്ദിയെന്ന് അവിടുന്ന് സ്വയം അവകാശപ്പെട്ടു നടക്കില്ല. മറിച്ച് ലോകം ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടുത്തെ തിരിച്ചറിയുകയാണ് ചെയ്യുക. മക്കയിലെ വിശുദ്ധ കഅബയുടെ അരികിൽ വെച്ചായിരിക്കും ജനങ്ങൾ അവിടത്തേക്ക് ബൈഅത്ത് അഥവാ അനുസരണ പ്രതിജ്ഞ ചെയ്യുന്നത്.
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സത്യവിശ്വാസികൾ ആ സമയത്ത് അവിടേക്ക് ഒഴുകിയെത്തും. മഹ്ദിയുടെ ആഗമനത്തിനു മുൻപ് മുസ്ലിം ലോകം വലിയ ഭിന്നതകളിലൂടെ കടന്നുപോകും. മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യം നഷ്ടപ്പെടും. അവർ ചെറിയ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പരസ്പരം പോരാടും. വിശ്വാസം എന്നത് പേരിൽ മാത്രം ഒതുങ്ങും. പള്ളികൾ ആഡംബരപൂർണമായി പണിയപ്പെടും, എന്നാൽ അവിടെ ആത്മീയത ഉണ്ടാകില്ല. ഖുർആൻ പാരായണം ചെയ്യപ്പെടുമെങ്കിലും അത് ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലില്ല. പണ്ഡിതന്മാർക്കിടയിൽ ഐക്യമുണ്ടാകില്ല. ജനങ്ങൾ വഴിപിഴച്ച നേതാക്കളെ പിന്തുടരും. ഈ ആഭ്യന്തര കലഹങ്ങൾ മുസ്ലിം സമൂഹത്തെ ദുർബലപ്പെടുത്തും. ശത്രുക്കൾ മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കാനും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനും ഇത് അവസരമൊരുക്കും. ഒരു വലിയ പാത്രത്തിലെ ഭക്ഷണത്തിനു ചുറ്റും ആളുകൾ കൂടുന്നതുപോലെ ലോകശക്തികൾ മുസ്ലിംകൾക്കെതിരെ ഒന്നിക്കും. ഈ സാഹചര്യം ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നാം കാണുന്നതാണ്. ഇതെല്ലാം ആ വലിയ മാറ്റത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളാണ്. ഒരു വലിയ യുദ്ധത്തെക്കുറിച്ച് പ്രവചനങ്ങളുണ്ട്. ഇത് മൽഹമത്തുൽ കുബ്ര അഥവാ മഹായുദ്ധം എന്നറിയപ്പെടുന്നു. ഇത് മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭയാനകമായ യുദ്ധമായിരിക്കും. ആധുനിക ആയുധങ്ങളും സാങ്കേതികവിദ്യകളും ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും ഇത് സംഭവിക്കുക. ലക്ഷക്കണക്കിന് ആളുകൾ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടും. ഈ യുദ്ധത്തിന്റെ അന്ത്യത്തോടെയായിരിക്കും ഇമാം മഹദിയുടെ ഭരണം ശക്തിപ്പെടുന്നത്. അവിടുന്ന് ലോകത്ത് നീതി നടപ്പിലാക്കും. മുമ്പ് അനീതി നിറഞ്ഞതുപോലെ ലോകം മുഴുവൻ നീതി കൊണ്ട് നിറയും. സമ്പത്ത് തുല്യമായി വിതരണം ചെയ്യപ്പെടും. ആർക്കും ദാരിദ്ര്യം അനുഭവപ്പെടാത്ത ഒരു കാലം വരും. ഒരാൾ തന്റെ കയ്യിൽ സദഖയുമായി ദാനം നടക്കുമെങ്കിലും അത് വാങ്ങാൻ ആരുമുണ്ടാകില്ല. കാരണം എല്ലാവരും സംതൃപ്തരായിരിക്കും. മൃഗങ്ങൾ പോലും പരസ്പരം ആക്രമിക്കാത്ത വിധം ലോകത്ത് സമാധാനം പുലരും. സിംഹവും പശുവും ഒരേ സ്ഥലത്ത് മേയുന്ന അത്ഭുതകരമായ ശാന്തിയുടെ കാലമായിരിക്കും അത്. ഇമാം മഹ്ദിയുടെ ഭരണകാലത്താണ് ദജ്ജാൽ എന്ന നുണയൻ പ്രത്യക്ഷപ്പെടുന്നത്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരിക്കും ദജ്ജാൽ. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യും. താനാണ് ദൈവമെന്ന് അവൻ അവകാശപ്പെടും. വിശ്വാസികൾ മാത്രം അവനെ തിരിച്ചറിയും. ദജ്ജാലിന്റെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ വിശ്വാസികൾ വിഷമിക്കുമ്പോൾ ആകാശത്തുനിന്ന് ഈസാ നബി യേശു ഇറങ്ങിവരും. ദമാസ്കസിലെ വെള്ളമിനാരത്തിന് അരികിലായിരിക്കും അവിടുന്ന് ഇറങ്ങുക. ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ നമസ്കരിക്കാനൊരുങ്ങുമ്പോഴായിരിക്കും ഈസാ നബിയുടെ വരവ്. ഇമാം മഹ്ദി ഈസാ നബിയെ നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ക്ഷണിക്കുമെങ്കിലും അവിടുന്നത് നിരസിക്കുകയും മഹ്ദിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുകയും ചെയ്യും. ഇത് ഈ ഉമ്മത്തിനോടുള്ള ആദരവായിരിക്കും. തുടർന്ന് ഈസാ നബിയും ഇമാം മഹ്ദിയും ചേർന്ന് ദജ്ജാലിനെ വധിക്കുകയും ലോകത്ത് ഇസ്ലാമിന്റെ കൊടിപ്പായ പാറിക്കുകയും ചെയ്യും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ അടയാളങ്ങൾ ഇപ്പോൾ പ്രസക്തമാണോ എന്ന്. ചുറ്റും നോക്കുക. ഇന്ന് നാം കാണുന്ന ധാർമ്മിക അധപ്പതനം, പ്രകൃതിക്ഷോഭങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത എന്നിവയെല്ലാം ഈ വലിയ യാത്രയുടെ നാഴികക്കല്ലുകളാണ്. സാങ്കേതികവിദ്യ വളരുമ്പോഴും മനുഷ്യൻ ആന്തരികമായി തകരുകയാണ്. ഏകാന്തതയും മാനസിക സമ്മർദ്ദവും മനുഷ്യനെ വേട്ടയാടുന്നു. സമാധാനത്തിനുവേണ്ടി അവർ പരക്കം പായുന്നു. എന്നാൽ യഥാർത്ഥ സമാധാനം സ്രഷ്ടാവിലേക്കുള്ള മടക്കത്തിലാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഇമാം മഹ്ദിയുടെ ആഗമനം വെറുമൊരു ഭരണപരമായ മാറ്റമല്ല, മറിച്ച് മനുഷ്യന്റെ ആത്മാവിനെ ജീവിപ്പിക്കാനുള്ള ഒരു വിപ്ലവമാണ്. അത് സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന കൃത്യമായ രേഖയായിരിക്കും. ആ സമയത്ത് നിങ്ങൾ ഏതു പക്ഷത്തായിരിക്കും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ലോകത്ത് സംഭവിക്കുന്ന സാമ്പത്തിക മാറ്റങ്ങളും ശ്രദ്ധേയമാണ്. പലിശ എന്നത് ഒഴിവാക്കാൻ കഴിയാത്ത വിധം എല്ലാവരിലും എത്തും. വായുവിൽ പുകയെന്ന പോലെ പലിശയുടെ അംശം എല്ലാ ഇടപാടുകളിലും കലരും. ധനികർ കൂടുതൽ ധനികരാവുകയും പാവപ്പെട്ടവർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യുന്ന ഈ വ്യവസ്ഥിതി ഇമാം മഹ്ദി തകർക്കും. സ്വർണത്തിനു പകരം കടലാസ് കഷണങ്ങൾക്കും ഡിജിറ്റൽ അക്കങ്ങൾക്കും മൂല്യം നൽകുന്ന രീതി മാറും. യഥാർത്ഥ മൂല്യമുള്ള വിനിമയ രീതികൾ തിരിച്ചുവരും. ഇത് ലോകക്രമത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിവെക്കും. ഇന്ന് നാം കാണുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ ഈ മാറ്റത്തിന്റെ മുന്നോടിയാണ്. മനുഷ്യൻ പണത്തിനു പിന്നാലെ പായുകയും അത് നേടാൻ ഏതധർമ്മവും ചെയ്യാൻ മടിക്കാത്തവനാവുകയും ചെയ്തിരിക്കുന്നു. ഇത് ലോകത്തിന്റെ നാശത്തിലേക്കുള്ള ദൂരത്തെ കുറക്കുന്നു. അറിവുള്ളവർ കുറയുകയും അറിവില്ലാത്തവർ പ്രസംഗകരാവുകയും ചെയ്യുന്നതും മറ്റൊരു അടയാളമാണ്. മതപരമായ കാര്യങ്ങളിൽ യാതൊരു ബോധവുമില്ലാത്തവർ വലിയ പണ്ഡിതന്മാരായി ചമയും. അവർ ജനങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കും. യഥാർത്ഥ പണ്ഡിതന്മാർ ഒതുങ്ങിക്കൂടുകയോ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യും. ഇന്റർനെറ്റും സമൂഹമാധ്യമങ്ങളും വഴി തെറ്റായ വിവരങ്ങൾ അതിവേഗം പ്രചരിക്കും. സത്യമേത് മിഥ്യയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടും. ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ സത്യം മുറുകെ പിടിക്കുന്നവർ ചുട്ടുപഴുത്ത കനൽക്കൈയിൽ പിടിക്കുന്നതുപോലെ പ്രയാസപ്പെടും. നിങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണിവ. ഈ കാലഘട്ടത്തിൽ ഉറച്ചുനിൽക്കുന്നവർക്ക് വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇമാം മഹ്ദിയുടെ ആഗമനത്തിനു മുൻപ് വലിയൊരു വരൾച്ച ലോകത്തുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. വർഷങ്ങളോളം മഴ ലഭിക്കാതെ ഭൂമി ഉണങ്ങും. കാർഷിക വിളകൾ നശിക്കും. ആഹാരത്തിനുവേണ്ടി മനുഷ്യർ നെട്ടോട്ടമോടും. ഈ സമയത്ത് വിശ്വാസികൾ അല്ലാഹുവിനെ സ്തുതിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നതിലൂടെ തങ്ങളുടെ വിശപ്പടക്കും.
എന്നാൽ അവിശ്വാസികൾ ഭക്ഷണത്തിനു വേണ്ടി ദജ്ജാലിനെ പിന്തുടരും. ഇത് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണമായിരിക്കും. ഭൗതിക സുഖങ്ങൾക്കായി സ്വന്തം ആത്മാവിനെ പണയപ്പെടുത്തുന്നവരും പ്രയാസങ്ങൾ സഹിച്ചും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും തമ്മിലുള്ള വേർതിരിവ് അവിടെ സംഭവിക്കും. ഇന്ന് നാം അനുഭവിക്കുന്ന ചെറിയ ചെറിയ കുറവുകൾ ആ വലിയ പരീക്ഷണത്തിനുള്ള പരിശീലനമായി കാണേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന അടയാളം മദീനയിൽ നിന്നുള്ള മാറ്റങ്ങളാണ്. മദീന നഗരം തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടും. ഒരു തുരുമ്പ് കളയുന്നതുപോലെ മദീന മോശപ്പെട്ട മനുഷ്യരെ പുറന്തള്ളും. ഇമാം മഹ്ദിയുടെ പുറപ്പാട് സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അവിടുന്ന് യാത്ര തിരിക്കും. അവിടുത്തെ തേടി സൈന്യങ്ങൾ പുറപ്പെടും. എന്നാൽ മക്കയ്ക്കും മദീനയ്ക്കുമിടയിലുള്ള ബൈദാഅ് എന്ന സ്ഥലത്തുവെച്ച് ആ സൈന്യം ഭൂമിയിൽ ആഴ്ന്നുപോകും. ഇത് അവിടുത്തെ സത്യസന്ധതയ്ക്കുള്ള അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായിരിക്കും. ഈ വാർത്ത ലോകമെമ്പാടും പടരുന്നതോടെ ജനങ്ങൾ അവിടുത്തെ തിരിച്ചറിയാൻ തുടങ്ങും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നീതി ആഗ്രഹിക്കുന്നവർ അവിടുത്തെ അടുത്തേക്കെത്തും. ഇമാം മഹ്ദി ലോകത്ത് 7 വർഷമോ 9 വർഷമോ ഭരണം നടത്തുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ലോകം ഇതുവരെ കാണാത്ത മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. അക്രമം എന്നത് ഒരു പഴങ്കഥയായി മാറും. മനുഷ്യർക്കിടയിലുള്ള പകയും അസൂയയും നീങ്ങും. ഹൃദയങ്ങൾ തമ്മിൽ ഐക്യപ്പെടും. ഇത് അല്ലാഹുവിന്റെ വലിയൊരു അനുഗ്രഹമായിരിക്കും. ദജ്ജാലിന്റെ പതനത്തിനുശേഷം ഈസാ നബിയും ഇമാം മഹ്ദിയും ചേർന്ന് ലോകത്തെ നയിക്കും. സത്യം വിജയിക്കുകയും അസത്യം പരാജിതമാവുകയും ചെയ്യുന്ന നിമിഷം. നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇത് വിദൂരമായ ഏതോ കഥയാണെന്ന് തോന്നിയേക്കാം. എന്നാൽ ഓർക്കുക, ഓരോ നിമിഷവും നാം അന്ത്യദിനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞ അടയാളങ്ങളിൽ ഭൂരിഭാഗവും ഇന്ന് നമ്മുടെ കൺമുന്നിൽ സംഭവിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവ ഏത് നിമിഷവും സംഭവിക്കാം. നാം തയ്യാറാണോ എന്നതാണ് പ്രധാനം. ഇമാം മഹ്ദിയെ തെരഞ്ഞു നടക്കുകയല്ല വേണ്ടത്, മറിച്ച് അവിടത്തെപ്പോലുള്ള ഒരു നേതാവിനെ അനുസരിക്കാൻ പാകത്തിലുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുകയാണ് വേണ്ടത്. ധാർമ്മികതയിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ജിഹാദ്. ലോകത്തിന്റെ അന്ത്യമെന്നത് ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് തയ്യാറെടുക്കേണ്ട ഒന്നാണ്. നീതി നടപ്പിലാക്കപ്പെടുന്ന ആ കാലം വിശ്വാസികൾക്ക് ആശ്വാസത്തിന്റേതാണ്. എന്നാൽ അധർമ്മികൾക്ക് അത് ദുരിതത്തിന്റേതുമായിരിക്കും. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന തേങ്ങലുകൾക്കും നിലവിളികൾക്കും ഒരന്ത്യമുണ്ടാകാൻ പോവുകയാണ്. മർദ്ദിതരുടെ കണ്ണീർ തുടയ്ക്കപ്പെടുന്ന കാലം അത് വിദൂരമല്ല. ആ കാലഘട്ടത്തിൽ സത്യവിശ്വാസികൾക്ക് വഴികാട്ടിയായി അല്ലാഹുവിന്റെ പ്രതിനിധിയായി ഇമാം മഹ്ദി വരും. അവിടുത്തെ തിരിച്ചറിയാൻ ആത്മീയമായ ഉൾക്കാഴ്ച ആവശ്യമാണ്. ആ ഉൾക്കാഴ്ച ലഭിക്കാൻ വിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകചര്യയിലേക്കും നാം മടങ്ങണം. ഈ ലോകം ഒരു യാത്രയാണ്. ഈ യാത്രയുടെ ഓരോ ഘട്ടവും നമുക്ക് പാഠങ്ങളാണ്. ഇമാം മഹ്ദിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം പ്രത്യാശയുടേതാണ്. എത്ര വലിയ ഇരുട്ട് പടർന്നാലും ഒരു ചെറിയ തിരുനാളം മതി അതിനെ മാറ്റാൻ. ഇമാം മഹ്ദി ആ വലിയ പ്രകാശമാണ്. ലോകം അന്ധകാരത്തിലാകുമ്പോൾ വഴികാട്ടുന്ന പ്രകാശം. ആ പ്രകാശത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതിലുപരി ആ പ്രകാശത്തിന് യോഗ്യരാവാൻ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം.